ജീസസ് ഈസ് ഇനഫ്. യേശു മതിയായവൻ. വീണ്ടും ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഭവനം വിട്ടുപോയവരോട്, ആത്മീക ഗൃഹം വിട്ടകന്നു പോയവരോട്, സാന്നിധ്യം മറന്നുപോയവരോട്, പ്രാർത്ഥന, ആരാധന ജീവിതത്തിൽ നിന്ന് മാറിപ്പോയവരോട്, കൃപയിൽ നിന്ന് വീണുപോയവരോട് ഇന്ന് ദൈവം സംസാരിക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് അവരോട് ഇടപെടുവാൻ പോകുന്നു. തിരുവെഴുത്തുകൾ നിങ്ങളോ നോക്കി സംസാരിക്കാൻ പോകുന്നു. ഇന്ന് കർത്താവ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ചെവിയുള്ളവൻ കേൾക്കട്ടെ, ഹൃദയമുള്ളവൻ കൈക്കൊള്ളട്ടെ. ഈ സന്ദേശം നിങ്ങൾ വെറുതെ ഉപേക്ഷിച്ചു കളയരുത്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൈക്കൊള്ളുവാൻ ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ മുന്നറിയിപ്പ് നൽകുന്നു. ദൈവത്തിന്റെ ശബ്ദത്തിനായി നമുക്ക് കാതോർക്കാം. ഈ ജീവിതത്തിൽ, ഈ കണ്ണുനീരിൽ, ഈ ഒറ്റപ്പെടലിൽ, ഗൃഹം വിട്ടകന്നുപോയ, ആത്മസാന്നിധ്യം വിട്ടകന്നുപോയ, ദൈവസഭയിൽ നിന്ന് പല കാരണങ്ങളാൽ മാറിപ്പോയ, കൃപയിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ട് വീണുപോയ ഏവരോടും ദൈവാത്മാവ് ഇടപെടാൻ പോകുന്നത് അതിശക്തമായിട്ടാണ്, അത്ഭുതകരമായിട്ടാണ്. കർത്താവ് നിങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. ഈ തിരുവെഴുത്തുകൾ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നിലെ നവീകരണത്താൽ ഇടവരുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ വെൽക്കം ടു ജീസസ് ഈസ് ഇനഫ്. പ്രിയരെ, ഒരു അപ്പന്റെ 2 മക്കളിൽ ഒരു മകൻ, ഇളയ മകൻ തന്നെ തന്റെ അവകാശങ്ങളെല്ലാം മേടിച്ച് അപ്പനെ വിട്ടകന്നു പോയത് നമുക്കറിയാം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം പറയുന്നു, അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാൻ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്നിങ്ങനെ പറയുമെന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ, തിരുവെഴുത്തുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഒരിക്കൽ അപ്പനെ വിട്ടു പോകുകയും അപ്പന്റെ സ്വത്തുക്കൾ തനിക്ക് അവകാശപ്പെട്ടതെല്ലാം മേടിച്ചെടുക്കുകയും അതെല്ലാം ചിലവഴിച്ച് നശിപ്പിച്ച് ക്ഷാമകാലത്ത് പന്നികൾക്ക് കൊടുക്കുന്ന വാളവരെ പോലും തിന്നുവാൻ വകയില്ലാതെ കൂലിപ്പണിക്ക് പോകുകയും ചെയ്ത ഈ അപ്പന്റെ ഇളയ മകൻ അപ്പനെ ഓർക്കുവാൻ ഇടവന്നു എന്നുള്ള ഒരു കാര്യത്തെ ഇവിടെ നാം കാണുന്നു. അപ്പനെ വിട്ടുപോയ മകൻ, അപ്പൻ നൽകിയ സ്വത്തുക്കളെല്ലാം നശിപ്പിച്ച മകൻ, ദൂർത്തടിച്ച് ജീവിച്ച മകൻ, തന്റെ വഴികളാണ് ശരി, തന്റെ തീരുമാനങ്ങളാണ് ശരി, തനിക്ക് അപ്പന്റെ ഒരു നടത്തിപ്പും ആവശ്യമില്ല, അപ്പന്റെ കീഴിൽ നിൽക്കാൻ മനസ്സില്ല, ഞാൻ എന്തോ വളർന്നു, ഇനി എനിക്ക് ജീവിക്കാൻ അറിയാം, എനിക്ക് ആവശ്യമായതെല്ലാം ഞാൻ സമ്പാദിക്കും, ഞാൻ എന്റെ വഴികളെ തിരഞ്ഞെടുക്കും, എന്റെ ലൈഫാണ്, എന്റെ തീരുമാനമാണ്, എന്റെ വഴികൾ എനിക്ക് ശരികളാണ്. ഇങ്ങനെയൊക്കെയുള്ള ആ ചെറുപ്പക്കാരന്റെ ചിന്തയിൽ ആ അപ്പന്റെ ഇളയ മകൻ പുറപ്പെട്ടു പോയിട്ടും താൻ എങ്ങും എത്തിയില്ല, താൻ ഒന്നും ആയില്ല, ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടതേയുള്ളൂ. ഈ സാഹചര്യത്തിലാണ് അപ്പനെയും വീടിനെയും അവൻ ഓർത്തത്. അപ്പനെ വിട്ട് നാം എവിടെ പോയാലും നാം ഒന്നും പ്രാപിക്കാൻ പോകുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യോഹന്നാൻ പറയുന്നു, മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ കൊമ്പുകൾക്ക് സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ നമുക്കൊന്നും കഴിയുകയില്ല. യഹോവേ, നീ എന്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് നന്മയില്ലെന്ന് സങ്കീർത്തനക്കാരന് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളോട് വ്യക്തമായി പറയുന്നു, ആ ദൈവത്തിൽ വസിച്ചിട്ടല്ലാതെ, ആ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ, ക്രിസ്തുവിൽ വസിച്ചിട്ടല്ലാതെ നമുക്ക് ഫലം കായ്ക്കാൻ കഴിയുകയില്ല. പ്രയോജനപ്രദമുള്ള ഒരു ലൈഫ് നയിക്കണമെങ്കിൽ, അനുഗ്രഹീതമായ ഒരു ജീവിതം കെട്ടിപ്പടുത്തുയർത്തണമെങ്കിൽ, നന്മ പ്രാപിക്കണമെങ്കിൽ നാം പിതാവിന്റെ ഗൃഹം വിട്ട്, ആ സാന്നിധ്യം വിട്ട് നാം പോകാൻ പാടില്ല. ആർക്കും വിധേയപ്പെട്ടിരിക്കാൻ ഇഷ്ടമല്ല. എല്ലാവർക്കും ലീഡർ ആവണം, എല്ലാവർക്കും ആളാവണം, എല്ലാവർക്കും രാജാവാകണം. എന്നാൽ ദൈവജനം പറയുന്നു, ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താന്നിരിക്കുന്നവരെ അവൻ തക്ക സമയത്ത് ഉയർത്തുന്നു. ആ കൈക്കീഴിൽ താന്നിരുന്നവർ എല്ലാം ഉയർച്ച പ്രാപിച്ചു. ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തി അനുസരണമുള്ളവനായിരുന്ന മനുഷ്യപുത്രൻ യേശു ക്രിസ്തു തന്നെ സകല നാമത്തിന് മേലായ നാമമായി പിതാവായ ദൈവം ഉയർത്തിയെന്ന് നാം അറിയുന്നു, നാം വിശ്വസിക്കുന്നു, അത് സത്യമാകുന്നു. ഈ സത്യവചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, യേശു ക്രൂശിലെ മരണത്തോളം തന്നെ താൻ താഴ്ത്തി കൊടുത്തു പിതാവിന് ഇഷ്ടം നിവർത്തിക്കാനായി.
ആ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്ന്നിരിക്കുന്നവർക്കോ അവൻ കൃപ അധികം നൽകും. അവരെ തക്ക സമയത്ത് റൈറ്റ് ടൈമിൽ ഉയർത്തുകയും ചെയ്യും. നിങ്ങളുടെ മീതെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന അഭിഷിക്തർക്ക് നിങ്ങൾ വിധേയപ്പെടുക. നിങ്ങളെ നടത്തുന്നവരെ നിങ്ങൾ ഓർത്ത് അവരെ അനുകരിക്കുന്നവരാകുക. അനുസരണമാണ് അനുഗ്രഹത്തിന്റെ രഹസ്യം. നന്മ പ്രാപിക്കുവാൻ, അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയുന്നു, മടങ്ങി അപ്പന്റെ ഗൃഹത്തിലേക്ക് ചെല്ലുക. അവിടെ നിനക്ക് സ്നേഹ ചുംബനവും സ്നേഹാദരവുകളും അംഗീകാരങ്ങളും കാത്തിരിക്കുന്നു. മോതിരമണിയിച്ച് ചെരി പിടിച്ച് പുത്തൻ അങ്കി പുത്തൻ ഉടുപ്പ് നൽകി തടിപ്പിച്ച കാളയർത്ത് സെലിബ്രേഷൻ കണ്ടക്ട് ചെയ്യുന്ന ഒരു കുടുംബാന്തരീക്ഷം സ്വർഗീയ പിതാവ് നിനക്കായി ഒരുക്കുന്നു. നിന്നെ ആരും കുറ്റപ്പെടുത്തില്ല, നിന്നെ ആരും വിധിക്കത്തില്ല. നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ യാതൊന്നും ഓർത്ത് നിന്നോട് കണക്ക് പറയുവാനോ നിന്നെ വിസ്തരിക്കുവാനോ ആരും വരികയില്ല. പകരം എല്ലാം മറന്ന് മനസ്സലിഞ്ഞ് കരുണാസമ്പന്നനായ ദൈവമോ നിന്നെ അംഗീകരിക്കും, നിന്നെ ചേർത്ത് പിടിക്കും. അവൻ കൂലിക്കാരനായിട്ടല്ല, മകനായി മകളായി നിന്നെ വീണ്ടും ഭവനത്തിൽ പ്രവേശിപ്പിക്കും. ഇന്ന് നീ മടങ്ങി വരുവാൻ ഒരുങ്ങുന്നുവെങ്കിൽ പഴയ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക്, ആരാധനാ ജീവിതത്തിലേക്ക്, ശുശ്രൂഷകളിലേക്ക്, ദൈവം നിന്നെ തെരഞ്ഞെടുത്താക്കി വെച്ച ദൗത്യത്തിലേക്ക് നീ വീണ്ടും മടങ്ങി വരുന്നുവെങ്കിൽ, ഏതിൽ നിന്ന് വീണുവെന്ന് വിചാരിച്ചുകൊണ്ട് നീ ആദ്യത്തെ പ്രവർത്തി ചെയ്ത് ആദ്യ സ്നേഹത്തിലേക്കും ആദ്യ വിശ്വാസ അവസാനത്തോളം മുറുകെ പിടിക്കേണ്ടതിന് ആദ്യ വിശ്വാസത്തിലേക്കും നീ മടങ്ങി വരുന്നുവെങ്കിൽ, നിന്റെ പിതാവ് നിന്നെ രണ്ട് കൈകളും നീട്ടി സ്വീകരിക്കും. നിന്റെ പിതൃഭവനത്തിലേക്ക്, നിന്റെ മാതൃ സഭയിലേക്ക്, ദൈവത്തിന്റെ കോളിംഗിലേക്ക് മടങ്ങി വരിക. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കടലിച്ചിട്ട അപ്പവും മീനുമായി കാത്തിരുന്ന ആ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പത്രോസ് ഓർത്തില്ല, വീണ്ടും ചേർത്ത് പിടിക്കുമെന്ന്. പഴയ വള്ളവും വലയും എടുത്ത് മീൻ പിടിക്കാൻ പോയിട്ട് ഒന്നും നേടിയില്ല. മടങ്ങി വരുമ്പോൾ 183 വലിയ മീനുകളെ അവർക്ക് കൊടുത്ത് അവരെ മാനിച്ച് അവരെ സ്നേഹിച്ച് വീണ്ടും ശുശ്രൂഷയ്ക്കാക്കി വെച്ച ആ ദൈവപുത്രന്റെ വചനത്തിൽ നിന്ന് പറയുന്നു, പുത്രന്മാരുടെ മടങ്ങി വരവിന് വേണ്ടി, പുത്രിമാരുടെ മടങ്ങി വരവിന് വേണ്ടി ചിലതൊക്കെ ഒരുക്കി കാത്തിരിക്കുന്ന ഒരു കർത്താവ് നിനക്കായി കാത്തിരിക്കും. വീണ്ടും നീ ബലം ധരിച്ച് ശക്തിപ്പെട്ട് ധൈര്യസമേതം കൃപാസനത്തിന്റെ മുമ്പിലേക്ക് മടങ്ങി വരിക. നിന്റെ ജീവിതം ഏറ്റവും ബ്ലെസ്സിംഗ് ആക്കുന്നത് അപ്പന്റെ വീടാണ്, അപ്പന്റെ സാന്നിധ്യമാണ്. ജീസസ് ഈസ് ഇനഫ് ഫോർ യു. യേശു നിന്റെ ജീവിതത്തിന് മതിയായവനാണ്. കൂലിക്കാർക്കും കിട്ടുന്നതും അവർ ശേഷിപ്പിക്കുന്നതും പോലും കിട്ടാത്ത ഗതിയിൽ കിടക്കാനുള്ളവനല്ല നീ. മകനാണ് നീ, മകളാണ് നീ, അവകാശിയാണ് നീ. അപ്പ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കയാൽ നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, മടങ്ങി വന്ന് അപ്പന്റെ സ്നേഹം വീണ്ടും പ്രാപിക്കുക, വീണ്ടും ആസ്വദിക്കുക. ഈ ലോക സുഖ സൗകര്യങ്ങൾ വെടിയുക. താൽക്കാലിക ഭോഗങ്ങൾക്ക് വേണ്ടി നിന്റെ ജീവിതം സമർപ്പിക്കാതെ നിത്യതയോടടുപ്പിക്കുന്ന സാന്നിധ്യത്തിലേക്ക് വീണ്ടും നീ മടങ്ങി വരിക. പ്രാർത്ഥനയും ആരാധനയും വിശുദ്ധിയും വേർപാടും അപ്പനോടുള്ള ബന്ധവും വീണ്ടും പ്രാപിക്കുക. നിന്നെ നിന്റെ ദൈവം മടക്കി വിളിക്കുന്നു, മടക്കി വിളിക്കുന്നു. നീ തിരിച്ചു വന്നാൽ, ദൂർത്തപുത്രനായവൻ മടങ്ങി വന്നപ്പോൾ അവന്റെ സാക്ഷി ഒന്ന് കേൾക്കണം. പോയപ്പോ നിറഞ്ഞുപോയി, മടങ്ങി വന്നപ്പോ ശൂന്യമായ കൈകളുമായി വന്നു. പക്ഷെ അപ്പൻ എന്നെ വാരിക്കോരി അനുഗ്രഹിച്ച് വീണ്ടും നിറച്ചു എന്ന് ദൂർത്തപുത്രൻ പറയും. നീ പോയപ്പോൾ ഉള്ളതൊന്നും നിന്റെ കയ്യിലില്ലായിരിക്കാം, പക്ഷെ മടങ്ങി വാ, വീണ്ടും നിന്നെ നിറയ്ക്കാൻ നിന്റെ അപ്പൻ മതിയായവന്. അപ്പന്റെ സ്നേഹം മതിയായതാ, അവന്റെ സാന്നിധ്യം മതിയായതാ. ജീസസ് ഈസ് ഇനഫ്. നിന്റെ എല്ലാ പ്രോബ്ലംസിനും ഒറ്റ പരിഹാരം, മടങ്ങി വന്ന് അപ്പന്റെ തണലിൽ വസിക്കുക. അപ്പൻ മതിയായവനാ. ഈ വചനങ്ങളാൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുമ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, ആ സാന്നിധ്യം മതിയായതാ, ആ കൃപകൾ മതിയായതാ, ആ ഗൃഹം മതിയായതാ, ആ കൈക്കീഴിൽ ഇരിക്കുന്നത് മതിയായതാ. ആ ഗ്രേസിലേക്ക്, ആ കൃപയിലേക്ക്, ആ സാന്നിധ്യത്തിലേക്ക്
വീണ്ടും പരിശുദ്ധാത്മാവ് കയറി വരിക എന്ന് നിന്നോട് ആത്മാവിൽ ഇടപെടുന്നു. കർത്താവ് നിന്നെ സഹായിക്കട്ടെ. മറക്കരുത്, ജീസസ് ഈസ് ഇനഫ്.